കോൺഗ്രസ് അവതരിപ്പിക്കുന്നത് വി.എസ്. ശിവകുമാറിനെയാണ്. നമുക്കറിയാം, ദീർഘകാലമായി കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, കോൺഗ്രസിലുള്ള ആൾ, മന്ത്രി, മുൻ മന്ത്രി. കഴിഞ്ഞ തവണയാണ് തിരുവനന്തപുരം സെൻട്രലിൽ പരാജയമുണ്ടായത്. ഇത്തവണ അരുവിക്കരയിൽ ഭാഗ്യം പരീക്ഷിക്കുകയാണ് ശിവകുമാർ. അരുവിക്കരയെ പ്രതിനിധീകരിക്കാൻ ഇനി മുതൽ MLA ഉണ്ടാകുമെന്ന് ശിവകുമാർ ന്യൂസ് 18 പറഞ്ഞു. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് മുമ്പ് തന്നെ അരുവിക്കര മണ്ഡലം തിരിച്ചുപിടിക്കാനായി വി.എസ്. ശിവകുമാർ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് തുടക്കമിട്ടിരിക്കുകയാണ്. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഇവിടെ തെരഞ്ഞെടുപ്പിനെ നേരിടാനൊരുക്കുന്നത്? 100% വിജയിക്കും. എന്റെ സ്ഥാനാർത്ഥിത്വം പാർട്ടി തലത്തിൽ ഉയർന്നു വന്നപ്പോൾ തന്നെ വലിയ ആവേശകരമായ ഒരു സ്വാഗതമാണ് ഇവിടുത്തെ എല്ലാ വിഭാഗം ആളുകളിലും ലഭ്യമായത്. അപ്പൊ തന്നെ എനിക്ക് വലിയ സന്തോഷവും ഒരു സംതൃപ്തിയും തോന്നുന്നു. അപ്പൊ ഇത്രയധികം ആളുകൾ ഇവിടെ ഈ പ്രദേശത്ത് ഒരു MLA ഇല്ലാതിരുന്ന, MLA ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന് MLA ഇല്ലായിരുന്നു എന്നുള്ളതല്ല, ഈ നാടിനൊരു ജനപ്രതിനിധി ഇല്ലാതിരുന്ന ഒരു സാഹചര്യം ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അത് ജനങ്ങൾ അതിന്റെ പ്രയാസം അനുഭവിക്കുന്നു. അവർക്കൊരു MLA വേണം, അവർക്കൊരു ജനപ്രതിനിധി വേണം എന്നുള്ള ഒരു കാഴ്ചപ്പാടോട് കൂടിയുള്ള ആവേശകരമായിട്ടൊരു സ്വീകരണമാണ്, സ്വാഗതമാണ് എനിക്ക് ലഭ്യമായത്. അതിനുപരിയായി LDF ഗവൺമെന്റ് മാറണം, പോണം എന്നുള്ള ഒരു ചിന്ത കേരള സംസ്ഥാനത്ത് മുഴുവൻ നിൽക്കുന്നുണ്ട്. അപ്പൊ അത് ഏറ്റവും കൂടുതൽ നിൽക്കുന്ന അരുവിക്കര പോലെയുള്ള പ്രദേശത്താണ്. അപ്പൊ അതിനുവേണ്ടിയുള്ള ഒരു വലിയ ആവേശമാണ് ഇപ്പൊ കാണുന്നത്. തീർച്ചയായിട്ടും ഞാനിന്ന് ആദ്യമായിട്ട് ഇവിടെ വന്നതാണ്. ഇവിടെ 100 കണക്കിന് ഈ മണ്ഡലത്തിലുള്ള പ്രവർത്തകരാണ് ഇവിടെ എത്തിച്ചത്. അത് തന്നെ വലിയൊരു ശുഭകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഉറപ്പായി അത്തരത്തിൽ വലിയ ആവേശത്തോടെയാണ് വി.എസ്. ശിവകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അരുവിക്കരയിൽ പുരോഗമിക്കുന്നത്. കഴിഞ്ഞ തവണ വളരെ അപ്രതീക്ഷിതമായി കൈവിട്ട മണ്ഡലം ഇത്തവണ വി.എസ്. ശിവകുമാറിലൂടെ തിരിച്ചുപിടിക്കാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ്. വലിയ ആവേശം വിതറിക്കൊണ്ടാണ് വി.എസ്. ശിവകുമാറിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് അരുവിക്കരയിൽ തുടക്കം കുറിച്ചിരിക്കുന്നത്. ക്യാമറമാൻ അരുൺ പാലോടിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.